തർക്കകലുഷിതമായ തിരുനാവായ വലിയ പറപ്പൂർ ജുമാ മസ്ജിദിൽ ഇരു വിഭാഗങ്ങളും തമ്മിൽ നിലനിന്നിരുന്ന തർക്കം തെരഞ്ഞെടുപ്പിലൂടെ പരിഹരിച്ചു. ഒരു പൊതു തെരഞ്ഞെടുപ്പിന്റെ വീറും വാശിയോടുകൂടിയുമായാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. പതിറ്റാണ്ടുകളായി സുന്നിയിലെ ഇരുവിഭാഗങ്ങൾ തമ്മിൽ തർക്കം നിലനിൽക്കുന്ന വലിയപറപ്പൂർ ജുമാ മസ്ജിദിൽ ഒടുവിൽ ഭാരവാഹികളെ തിരഞ്ഞെടുക്കാൻ വോട്ടെടുപ്പ് തന്നെ വേണ്ടിവന്നു. സംസ്ഥാന വഖഫ് ബോർഡിന്റെ നേതൃത്വത്തിൽ കാലത്ത് 8 മണി മുതൽ വൈകുന്നേരം 4 മണി വരെയായിരുന്നു തെരഞ്ഞെടുപ്പ്. മഹല്ല് നിവാസികളായ 18 വയസ്സ് തികഞ്ഞവർക്ക് വോട്ട് ചെയ്യാൻ അവകാശമുണ്ടായിരുന്നു. സംഘർഷ സാധ്യത കണക്കിലെടുത്ത വളാഞ്ചേരി സിഐ KG സുരേഷിന്റെ നേതൃത്വത്തിൽ വൻ പോലീസ് സന്നാഹം പള്ളി പരിസരത്ത് ക്യാമ്പ് ചെയ്തിരുന്നു. APK വിഭാഗങ്ങൾക്ക് തുല്യ പ്രാധാന്യമുള്ള മുയിനുമില്ല സംഘത്തിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ AB എന്നീ 2 പാനലുകളിലാണ് സംഘടനകൾ മത്സരിച്ചത്. പൊതുതെരഞ്ഞെടുപ്പിന്റെ വീറും വാശിയും വോട്ടെടുപ്പിൽ പ്രകടമായിരുന്നു. വഖഫ് ബോർഡ് നിയമിച്ച അബ്ദുറഹിമാനാണ് ഭരണാധികാരിയുടെ ചുമതല വഹിച്ചത്. AP സുന്നി വിഭാഗത്തിന് മേൽക്കോയ്മയുള്ള ഭരണസമിതിയായിരുന്നു കാലങ്ങളായി മഹലിന്റെ ഭരണം കൈയാളുന്നത്. മഹല് നിവാസികളായ മുഴുവൻ പുരുഷന്മാരെയും ഉൾപ്പെടുത്തി ജനറൽ ബോഡി യോഗം നടത്തണമെന്ന നിരന്തരമായുള്ള ആവശ്യം മഹല്ല് കമ്മിറ്റി അവഗണിച്ചതാണ് തെരഞ്ഞെടുപ്പിന് വഴിയൊരുക്കിയതെന്ന് EK വിഭാഗം പ്രതിനിധി മലബാർ ടൈംസ് ന്യൂസിനോട് പറഞ്ഞു. ഈ മുയിനുമില്ല സംഘമാണ് ഇവിടെ ഭരിക്കുന്നത്. ഈ മുയിനുമില്ല സംഘത്തിന്റെ ബൈലോ പ്രകാരം 18 വയസ്സ് പ്രായപൂർത്തിയായ ആളുകൾക്ക് എല്ലാവർക്കും ഈ മഹല്ലിൽ വോട്ടവകാശം, അതുപോലെ തന്നെ ജനറൽ ബോഡി അംഗങ്ങളാണ്. അത് മറച്ചു വെച്ചുകൊണ്ട് 25 വർഷക്കാലത്തോളം ഇവിടുത്തെ ഭൂരിപക്ഷ വിഭാഗത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ഏകാധിപത്യ രീതിയിലാണ് ഇവിടെ ഈ 25 വർഷത്തോളം കമ്മിറ്റി പോയിരുന്നത്. ഞങ്ങൾ എല്ലാ മേഖലയും സഹകരിക്കുന്നവരാണ്. മാരേജുമായി ബന്ധപ്പെട്ടുള്ള സാമ്പത്തിക മരണവുമായി ബന്ധപ്പെട്ടുള്ള ഇടപാടുകൾ, അതുപോലെ തന്നെ വരസംഖ്യ എല്ലാം ഞങ്ങൾ കൊടുക്കുകയും, പക്ഷെ ഞങ്ങളെ ജനറൽ ബോഡി അറിയിക്കാതെ ഏകാധിപത്യ രീതിയിൽ പള്ളിയുടെ ചുറ്റുപാടത്തിൽ കുറച്ച് ആളുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇവിടെ ഇത്രയും കാലം ഇവിടെ ജനറൽ ബോഡി നടന്നത്. വൈകുന്നേരം 4 മണിയോടെ പ്രമുഖരുടെ സാന്നിധ്യത്തിലായിരുന്നു വോട്ടെണ്ണൽ. AP വിഭാഗത്തിന്റെ എല്ലാ പ്രതീക്ഷകളും തെറ്റിച്ച് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പ്രതിനിധാനം ചെയ്യുന്ന EK വിഭാഗം 336 വോട്ടിന് വലിയ പറപ്പൂർ ജുമാ മസ്ജിദ് ഭരണം പിടിച്ചെടുത്തു. AP വിഭാഗത്തിന്റെ 25 വർഷത്തെ ഭരണത്തിനാണ് ഇവിടെ അന്ത്യം കുറിച്ചത്. 33 അംഗ കമ്മിറ്റിയിൽ ഭാരവാഹി സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് ഇതോടൊപ്പം നടന്നു. ന്യൂസ് ബ്യൂറോ, തിരൂർ.